ഹലോ, വെൽക്കം ടു കുട്ടീസ് ടോക്സ്. ഫിഫ്ത്ത് സെമ്മിലെ BRM ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ബിസിനസ് റിസർച്ച് മെത്തേഡ്. ഇത് BComനും BBAക്കും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്തതാണ്. ഇനി പറയുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച്. ആദ്യം പറയുന്നത് തന്നെ ബിസിനസ് റിസർച്ച് എന്താണെന്നാണ്. അതായത് ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ കഴിയില്ല. ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ആ ഒരു പ്രോബ്ലം സ്റ്റഡി ചെയ്യണം. ആ ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താക്കണം, പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത ഡാറ്റാസ് എന്താക്കണം, അനലൈസ് ചെയ്യണം. എന്നിട്ട് അനലൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഡിസിഷൻ ടോപ്പ് ലെവൽ മാനേജേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഡിസിഷൻ എന്താക്കുക, ആ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുക. അതിനാണ് ഈ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിലുണ്ടാകുന്ന പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ആയ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുത്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഈ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫേസസ് ഓഫ് ബിസിനസ് റിസർച്ച്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രോബ്ലം ഡെഫിനിഷൻ. അതായത് ബിസിനസ് റിസർച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ്. ബിസിനസ്സിന് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. എംപ്ലോയി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും, പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും, ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫേസാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അപ്രോച്ചസ് ടു ദി പ്രോബ്ലം. അതായത് ഫസ്റ്റ് നമ്മൾ എന്താക്കി, ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് ഇനി ആ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തിച്ചേരാനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് ഈ ഒരു ഫേസിൽ പറയുന്നത്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നതാണ് റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ. ഇതെന്ന് പറയുന്നത് എന്താ, ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. അതായത് നമ്മൾ ആദ്യം എന്താക്കി, ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് പിന്നെ ആ ഒരു പ്രോബ്ലത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇനി ഇതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യാനാണ്. റിസർച്ച് ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു സീരീസ് ഓഫ് റിസർച്ചിനാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു മാസ്റ്റർ പ്ലാൻ പോലെ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഏതൊക്കെ സോഴ്സസിലൂടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, എങ്ങനെ കളക്ട് ചെയ്യണം, ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യണം, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താക്കുക, ഒരു മാസ്റ്റർ പ്ലാൻ പോലെ സെറ്റാക്കണം. അതായത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന് ഒരു റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫേസാണ് ഡാറ്റ കളക്ഷൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യണം. ഈ ഡാറ്റാസൊക്കെ നമുക്ക് ഒബ്സർവേഷനിലൂടെയും സർവേയിലൂടെയും എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പിന് എന്തായി ഫീൽഡ് വർക്ക് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് ഇനി കളക്ട് ചെയ്തിട്ടുള്ള റോ ഡാറ്റാസിനെ അല്ലെങ്കിൽ ഇൻപുട്ടിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റാസാക്കി കൺവേർട്ട് ചെയ്യണം. അതായത് റോ ഡാറ്റാസിനൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റാസാക്കി കൺവേർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേജാണ്. ആദ്യം നമ്മൾ എന്താക്കി, ഒരു പ്രോബ്ലം സെലക്ട് ചെയ്ത് പിന്നെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്രോച്ചസൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരുപാട് സ്റ്റെപ്സിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഒക്കെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് എന്താക്കണം, പ്രസൻറ്റ് ചെയ്യണം. അതാണ് ഈ ഒരു ഫേസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു അസംഷനാണ്. അതായത് ഒരു റിസർച്ചർ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു അസംഷനാണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഒരു റിസർച്ചർ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അസംഷൻസ് നടത്തുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അതൊന്നുകിൽ എന്താ കറക്റ്റ് ആവാം അല്ലെങ്കിൽ റോങ് ആവാം. അങ്ങനെയുള്ള റിസർച്ചിൻ്റെ അസംഷൻസിനാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാനോ വേണ്ടിയിട്ട് റിസർച്ചർ എഴുതി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സയൻറ്റിഫിക് റിസർച്ച് സ്റ്റഡീൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനാണ് ഈ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് അസ്യൂം ചെയ്യുക അല്ലെങ്കിൽ എന്താ പ്രഡിക്റ്റ് ചെയ്യുക. അതിനെ വെച്ചിട്ടാണ് ഏതൊരു സ്റ്റഡിയും നടത്തുക. അതിനാണ് ഈ റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താ, സിമ്പിളാണ് അതുപോലെ ക്ലിയറുമാണ്.
ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് റെലവൻറ്റ്. ഹൈപ്പോത്തിസിസ് സ്പെസിഫിക് ആണ്, റെലവൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി പ്രിഡിക്റ്റബിൾ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിഡിക്റ്റബിൾ ആണ്. ഇറ്റ് ഷുഡ് ബി മാനേജബിൾ. ഹൈപ്പോത്തിസിസ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ ഹൈപ്പോത്തിസിസ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഹൈപ്പോത്തിസിസിനെയാണ് ഈ സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ്. അതായത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ ഷോ ചെയ്യുന്നതാണ് ഈ കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. അതായത് കറൻ്റ്ലി ഒരു റിസർച്ചിന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വർക്കിനെയാണ് ഈ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നാലാമത്തതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അതായത് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അസംഷൻസ് ആണ്. അതൊന്നുകിൽ റൈറ്റ് ആവാം അല്ലെങ്കിൽ റോങ് ആവാം. അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് പ്രൂവ് ചെയ്യുന്ന ടൈമിൽ അത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും? നെക്സ്റ്റ് ഒരു ഹൈപ്പോത്തിസിസ് സെലക്ട് ചെയ്യും. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ്. ഇനി അഞ്ചാമത്തതാണ് നൾ ഹൈപ്പോത്തിസിസ്. അതായത് വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാം. അതിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തതാണ് ലോജിക്കൽ ഹൈപ്പോത്തിസിസ്. അതായത് ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഹൈപ്പോത്തിസിസിനെയാണ് ഈ ലോജിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് തിയറി ബിൽഡിംഗ്. തിയറി ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ന്യൂ ഐഡിയ അല്ലെങ്കിൽ ഒരു ന്യൂ തിയറി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ തിയറി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് റിസർച്ചർ എന്താ? ഒരു ന്യൂ ഐഡിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആ ഒരു തിയറി എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കണം. അതുപോലെ മറ്റുള്ളവർ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള തിയറി ഒന്നുകൂടി മേക്ക് ചെയ്തിട്ട് കാര്യമല്ല. ഈ ബിൽഡ് ചെയ്യുന്ന ആ ഒരു തിയറി എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കണം. അതുപോലെ ഈ തിയറി ബിൽഡിങ്ങിൻ്റെ ഒരു ടൈപ്സ് പറയുന്നുണ്ട്: ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് ടോപ്പ് ടു ഡൗൺ അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് അപ്രോച്ചസ് ആണ് ഈ ഡിഡക്ഷൻ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അത് റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇതിലെന്താ? ഫസ്റ്റ് എന്താക്കും? ഒരു തിയറി സെറ്റ് ചെയ്യും. എന്നിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസംഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യും. എന്നിട്ട് ഒബ്സർവേഷൻസ് ഒക്കെ നടത്തിയിട്ട് ആ ഒരു ഹൈപ്പോത്തിസിസ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് പ്രൂവ് ചെയ്യും. എന്നിട്ട് അത് കൺഫേം ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തുക. അതാണ് ഡിഡക്ഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് എന്താക്കും? ഒരു തിയറി സെറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഹൈപ്പോത്തിസിസും ഒബ്സർവേഷനും കൺഫർമേഷനും ഒക്കെ നടക്കുന്നത്. രണ്ടാമത്തതാണ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ സ്പെസിഫിക് ടു ജനറൽ എന്ന അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താ? ഡിഡക്ഷന് നേരെ ഓപ്പോസിറ്റാണ് ഇൻഡക്ഷൻ. ഇതിനെ ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ലോജിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽ കേസസൊക്കെ പഠിച്ചതിന് ശേഷമാണ് ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഇത് വരുന്നത്. അതായത് ഇതിലെന്താ? ജനറലൈസേഷൻ നടക്കുന്നത് ലാസ്റ്റാണ്. ഇവർ ആദ്യം തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താ? ലാസ്റ്റാണ് ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തുന്നത്. അതായത് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു ഡൗൺ ആയിരുന്നു. എന്നാൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഡൗൺ ടു ടോപ്പാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ ഹൈപ്പോത്തിസിസ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, അതുപോലെ തിയറി ബിൽഡിങ്, ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, ഇതൊക്കെ 2 വെയിറ്റേജിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുവരെ ബൈ.